ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുകയാണ്. ഈഞ്ചക്കൽ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. വൈകിട്ടാണ് വാസുദേവനെ വിളിച്ചു വരുത്തിയത്. തിരുവാഭരണം കമ്മീഷണർ റെജിലാലും SITക്ക് മുന്നിൽ ഉണ്ട്. ഈ വർഷം ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുന്നതിനെ എതിർത്തത് റെജിലാലായിരുന്നു. മരാമത്ത് ജീവനക്കാരൻ കൃഷ്ണകുമാറിനെയും SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, നമ്മളിപ്പം ഈ പറഞ്ഞ പേരുകൾ, അത് വാസുദേവനാണെങ്കിലും കൃഷ്ണകുമാർ ആണെങ്കിലും റെജിലാലായാലും അത് ദേവസ്വം ബോർഡിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. വാസുദേവൻ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്. ഈ വിവാദങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം അത് ആ പീഠമായിരുന്നു. പീഠം കാണാനില്ല എന്ന പോറ്റിയുടെ വെളിപ്പെടുത്തലായിരുന്നു. പിന്നീട് ആ പീഠം കണ്ടെത്തിയത് ഇത്രയും കാലം വെച്ചിരുന്നത് അത് വാസുദേവന്റെ വീട്ടിലായിരുന്നു. ആര്യ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പല വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് മാതൃഭൂമി ന്യൂസാണ്. ഈ 8:30 സമയത്ത് ഏറ്റവും പുതിയ ചില വിവരങ്ങൾ കൂടിയാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംശയ നിഴലിൽ നിൽക്കുന്ന CK വാസുദേവൻ എന്ന വ്യവസായിയെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SITയുടെ ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്ന ഓഫീസിലാണ്. ആ ഓഫീസിലേക്ക് വൈകിട്ട് 4:30യോടെയാണ് CK വാസുദേവനെ വിളിച്ചു വരുത്തിയത്. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയാണ്. CK കൺസ്ട്രക്ഷൻസിന്റെ ഉടമയാണ് CK വാസുദേവൻ. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക് വഴിയൊരുക്കി വിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പീഠം വിവാദം, ആ പീഠം വിവാദത്തിൽ ഏറ്റവും ഒടുവിൽ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഏതാണ്ട് 4 വർഷത്തോളം വീട്ടിൽ സൂക്ഷിച്ചു, മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ ആ CK വാസുദേവനാണ് ഇപ്പോൾ SITയുടെ ചോദ്യമുനയിൽ എത്തി നിൽക്കുന്നത്. CK വാസുദേവനെ കൂടാതെ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തിരുവാഭരണം കമ്മീഷണറായ റെജിലാലാണ് ഏറ്റവും ഒടുവിൽ 2025 ദ്വാരപാലക പാളികൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാൻ നേരം ഒരു തടസ്സവാദം ഉന്നയിച്ചത്. ഇങ്ങനെ കൊടുത്തുവിടാൻ പറ്റില്ല, സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിടാൻ അനുവദിക്കരുത്, അതുപോലെ തന്നെ ഈ ഉരുപ്പടികൾ പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താൻ മാനുവൽ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവസ്വം ബോർഡിലേക്ക് കത്തെഴുതിയ ആ തിരുവാഭരണം കമ്മീഷണറുടെ തടസ്സവാദം മറികടന്നുകൊണ്ടാണ് 2025 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക പാളികൾ എടുത്തുകൊടുത്തത്. ആ തിരുവാഭരണം കമ്മീഷണറാണ് ഇപ്പോൾ SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതിനൊപ്പം തന്നെ മരാമത്ത് ജീവനക്കാരൻ, ശബരിമലയുടെ ചുമതലയുള്ള അല്ലെങ്കിൽ ശബരിമലയുടെ കാര്യങ്ങൾ നോക്കുന്ന കൃഷ്ണകുമാർ എന്ന ജീവനക്കാരനെയും SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നമുക്ക് കൃഷ്ണകുമാർ വന്നത് ഈ പ്രധാനപ്പെട്ട ചില രേഖകളുമായിട്ടാണെന്നാണ് സൂചന. ഏതായാലും ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നീക്കം SITയുടെ ഭാഗത്ത് നിന്ന്, ഒന്ന്, ഈ കേസിലെ 3-ാം പ്രതിയായ 2019 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെ SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അത് തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്ത നേരത്തെ നൽകി. അതിന് തൊട്ടു പിന്നാലെയാണ് CK വാസുദേവൻ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സുധീഷ് കുമാറിനൊപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ നടക്കുന്നത് CK വാസുദേവന്റെ തന്നെയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ദീർഘകാലം ബന്ധമുള്ള, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കോ സ്പോൺസർ എന്ന നിലയിൽ അറിയപ്പെടുന്ന, ശബരിമലയിലെ വാതിൽ സമർപ്പിക്കുന്നതിലായാലും കട്ടളപ്പാളി സമർപ്പിക്കുന്നതിലായാലും പിന്നീട് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സമർപ്പിക്കുന്നതിലായാലും അതിലൊക്കെ സ്പോൺസർ എന്ന പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് CK വാസുദേവൻ. ഈ CK വാസുദേവനാണ് ഏറ്റവും ഒടുവിൽ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലേക്ക് കൊണ്ടുവിടുകയും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. മാത്രമല്ല, ശബരിമലയിലെ ഈ വാതിലായാലും കട്ടളപ്പാളി ആയാലും ദ്വാരപാലക പാളികളായാലും അതെല്ലാം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ ശബരിമലയിൽ എത്തുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിൽ പൂജിക്കുന്ന സ്ഥലം കോട്ടയം ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി അംഗം കൂടിയാണ്, ആ നാട്ടുകാരൻ കൂടിയാണ് CK വാസുദേവൻ. നമ്മൾ നേരത്തെ തന്നെ ഈ വാർത്തകളെല്ലാം വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് CK വാസുദേവൻ ഉണ്ടായിരുന്നു. എന്നാൽ CK വാസുദേവനെ ഈ കേസിൽ എവിടെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അയാളെ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുമില്ല. പക്ഷേ ഇന്ന് വൈകിട്ടാണ് CK വാസുദേവനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. റെജിലാലിന്റെ പേര് വളരെ നിർണായകമാണ്. ഒരു പക്ഷേ അവിടെ സന്നിധാനത്ത് നടന്ന കള്ളത്തരങ്ങളും വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ പുറത്തു വരാൻ കാരണം നിയമം പാലിക്കണം, സന്നിധാനത്തുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന റെജിലാലിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഇതിനു മുൻപ് നടന്നിരുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. അനന്തൻ,
തീർച്ചയായിട്ടും ആര്യ, ഇതിൽ റിജിലാലിന്റെ ഒരു നീക്കമാണ് ഇപ്പോൾ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയെല്ലാം പുറത്തു കൊണ്ടുവന്നതെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതിയും നിരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസും കണ്ടെത്തിയിട്ടുണ്ട്. കാരണം 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവച്ച ആ പാളി, അതേ പാളിയാണ് പിന്നീട് മുരാരി ബാബു വീണ്ടും അറ്റകുറ്റപ്പണി നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിലേക്ക് കത്തയച്ചത്. എന്നാൽ 2025 ആ കത്തിന് ബദലായി റിജിലാലാണ്, തിരുവാഭരണം കമ്മീഷണർ റിജിലാലാണ് പറഞ്ഞത് ഇങ്ങനെ ഒരിക്കൽ സ്വർണം പൂശിയ പാളികൾ വീണ്ടും സ്വർണം പൂശാനുള്ള ടെക്നോളജി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിനില്ല. മാത്രമല്ല അവർ അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊപ്പം ഈ ശബരിമലയിലെ ഉരുപ്പടികൾ പുറത്തു കൊണ്ടുപോകുന്നതിന് മാനുവൽ അനുവദിക്കുന്നില്ല, ഇവിടെ തന്നെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് എന്നും പറഞ്ഞ് റിജിലാലാണ് കത്തയച്ചത്. ആ കത്തിന് മറുപടി പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡയറക്റ്റായിട്ട് റിജിലാലിനെ വിളിക്കുകയാണ് ചെയ്തത്. റിജിലാലിനോട് അയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് 40 വർഷത്തെ വാറണ്ടി ഉണ്ട്, അത് തൻ്റെ പേരിലാണ്, താനാണ് സ്പോൺസർ, ഞാൻ കൊണ്ടുപോയാൽ അത് വീണ്ടും പൂശിത്തരും എന്നൊക്കെ പറഞ്ഞ് റിജിലാലിനോട് പറയുകയായിരുന്നു. അതിനുശേഷം വീണ്ടും റിജിലാൽ അയക്കുന്ന കത്ത് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ കത്തിൽ റിജിലാൽ പറയുന്നത് കൊടുത്തുവിടാം, പക്ഷേ സ്വർണ്ണ ഉരുപ്പടിയാണ്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ അങ്ങനെ അയാളുടെ മാത്രം പക്കൽ കൊടുത്തുവിടാൻ കഴിയില്ല, ദേവസ്വം ജീവനക്കാരനെ കൂടി വിടണം, അത് കരുതലോടെ വേണം വിടാൻ എന്നുള്ളൊരു കത്ത് കൂടി അയച്ചിരുന്നു. ഏതായാലും ആ കത്ത് ഫലം കണ്ടു. അതുകൊണ്ട് തന്നെ 2025 ആ പാളികൾ കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഒരാൾ അകമ്പടി കൂടി പോയി, ഒരു പ്രതിനിധി അകമ്പടി കൂടി പോയി. അതുകൊണ്ടാണ് 2019 പോലെ ഒരു കൊള്ള അല്ലെങ്കിൽ ഒരു നീക്കം അവിടെ നടക്കാതിരുന്നത്. അത് ഹൈക്കോടതിയും നിരീക്ഷിച്ചിട്ടുണ്ട്. 2019 കൊള്ളയാണ് നടന്നതെങ്കിൽ ആ കൊള്ള മറയ്ക്കാനുള്ള ശ്രമമാണ് 2025 നടന്നത്. അതിൽ കുറച്ചെങ്കിലും തടയിട്ടത് റിജിലാലിന്റെ നീക്കമായിരുന്നു. ആ റിജിലാലിനെയാണ് വിവരങ്ങൾ ശേഖരിക്കാനായി ഇപ്പോൾ SIT ഇഞ്ചക്കൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ 2025 ദേവസ്വം ബോർഡിലേക്ക് എന്തുകൊണ്ടാണ് റിജിലാലിന്റെ തടസ്സവാദം ഉണ്ടായിട്ടും ആ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നീക്കം നടന്നത് എന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായത് എന്ന വിവരം കൂടി SIT തേടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് റിജിലാലിനെ കൂടി വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഒപ്പം നമ്മൾ വൈകിട്ട് വാർത്ത കൊടുത്തതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ 98 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നത് സംബന്ധിച്ചുള്ള തെളിവാകുന്ന രേഖകൾ അത് SITക്ക് കൈമാറിയിരുന്നില്ല ദേവസ്വം ബോർഡ്. അത് ഇന്നലെ ദേവസ്വം ഓഫീസിൽ നിന്ന് SIT പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അത് മരാമത്ത് വിഭാഗത്തിൽ നിന്നാണ് പിടിച്ചെടുത്തത്. വിവരങ്ങൾ നൽകിയത്.